ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ യു കെയുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. യു കെ ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ യു കെയിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ റാലി നടത്തുന്ന ആൾക്കാരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ആരൊക്കെയാണോ അതിന് മുന്നിൽ നിൽക്കുന്നത് അവർക്കെല്ലാം 14 വർഷത്തെ ജയിൽ ശിക്ഷ നൽകും. ആ ജയിൽ ശിക്ഷ നൽകിയ ശേഷം അവരെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് അയക്കും എന്നൊരു അപ്ഡേറ്റാണ് യു കെയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു നിയമമായിട്ടൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഇത് പറഞ്ഞ് പേടിപ്പിക്കാനാണോ എന്നും അറിയത്തില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം യു കെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് നാളെ മുതൽ നിയമമാവുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴുള്ള നിയമമാകാം, ആകാതിരിക്കാം. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പറയാമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഈ പറയുന്ന ഇസ്രായേൽ അനുകൂല പ്രതിഷേധ റാലിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധ റാലിയൊക്കെ ഇന്നും തുടങ്ങിയ ചില നാളുകളായിട്ട് ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഇത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധ റാലിയിൽ ആൾക്കാരുടെ എണ്ണം വളരെ രീതിയിൽ കൂടി വരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കുറച്ച് പേരെല്ലാം കണ്ടു കാണുമായിരിക്കും. ഇവിടെയുള്ള യു കെയിലെ ഒരു ജെറ്റ് വിമാനത്തിനകത്തോട്ട് സ്പ്രേ പെയിൻ്റ് എല്ലാം ഒഴിച്ച് അത് നാശമാക്കി അതിൻ്റെ പാർട്സുകളെല്ലാം കുറേ തല്ലിപ്പൊളിച്ച് ചവിട്ടി ചതച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അത് തന്നെ ഏകദേശം 10-30 മില്യൺ പൗണ്ടിന് നാശം വരുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഗവൺമെൻറ് ആയിട്ടുള്ള വേറെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ പറയാം ഇവിടുത്തെ ജനങ്ങൾ തന്നെ വേറെ കുറേ പ്രോപ്പർട്ടീസിനും കാര്യങ്ങൾക്കെല്ലാം കേടുപാടുകൾ വരുത്തിയ ഫോട്ടോസ് എല്ലാം പുറമേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനജീവിതങ്ങളുടെ പിന്നെ ഗതാഗതം തടസ്സപ്പെടുത്തുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് കംപ്ലയിൻറ്റ് ഗവൺമെൻറ് ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കയറായിട്ട് പിടിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അവരൊരു എന്താ പറയുന്നത്, ഇതൊരു ചങ്ങലയായിട്ട് പിടിച്ച് ഉപയോഗിക്കുന്നതല്ല, പക്ഷേ അവരുടെ തന്നെ കൺട്രിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഫ്രീഡമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവരും ഒരുപാട് രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ശക്തമായ നിയമം കൊണ്ടുവരണമെന്നുള്ളത് ഈ ഗവൺമെൻറ് നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ലേബർ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് തോന്നിയതായിരിക്കാം, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് ഒരു നിയമമായിട്ട് വരാതിരിക്കാം, ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി ഇതിന് മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ അതായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ 14 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുക്കും. അതിനുശേഷം ഡിപ്പോർട്ട് ചെയ്ത് നാട്ടോട്ട് വിടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോൾ വരുമെന്നോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ ഇതിനെതിരെ എന്താ പറയുന്നത്, പ്രതിഷേധം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പ്രതിഷേധം നടത്തുന്നതൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് അവരുടെ ഗതാഗതം പിന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ, അവരുടെ പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ കംപ്ലയിൻറ്റ്സ് ഒരുപാട് കൂടും, പ്രശ്നങ്ങൾ ഒരുപാടാകും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് തീരുമാനങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അല്ലാതെ ഇവിടെ ആർക്കും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്താം. അതുമാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ നോർത്തേൺ ഐലൻഡിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഒരു അഭയാർത്ഥിയാണ് വന്നിരിക്കുന്ന ഒരാൾ, ഒരു വലിയ പ്രായമില്ലാത്തൊരു കുട്ടിയാണ്, 10-18 വയസ്സ് താഴെയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ചെറിയൊരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ പുറത്തു വന്നതാണ്. അത് ഭയങ്കര പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ഇവിടെ തന്നെയുള്ള ആൾക്കാർ, ഇവിടെ തന്നെയുള്ള പോലീസ് വണ്ടി കത്തിക്കുകയും പെറുക്കുകയും എല്ലാം ചെയ്ത് നിങ്ങളൊരു പക്ഷേ കണ്ടതായിരിക്കും. അപ്പോൾ അത്രയും വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമശക്തമല്ല, അതുകൊണ്ട് തന്നെയാണ് അത് പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ളതാണ് അവർ അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. സോ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പം ഗവൺമെൻറ്റിന് വലിയൊരു ഫോഴ്സാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്, ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കാതെ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും എപ്പം നിയമമാകുമെന്നോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ ആകാം, ചിലപ്പോൾ ആകാതിരിക്കാം, ഒന്നും അറിയില്ല. അപ്പോൾ എന്നാലും ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ, ഇവിടെ കിടന്ന് ഈ പറയുന്ന പ്രതിഷേധം, ഇപ്പോൾ ഇസ്രായേൽ അനുകൂല പ്രതിഷേധമാണെങ്കിലും ഈ ഫലസ്തീൻ അനുകൂല പ്രതിഷേധമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ കിടന്ന് ചെയ്തിട്ട് എന്താണ് കാര്യം? കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരും സാധാരണയായിട്ട് ജീവിക്കുന്നു. ഇപ്പം വേറെ രാജ്യത്തോട്ട് ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ പലസ്തീനെതിരെ യുദ്ധം ചെയ്യും, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിവിടെ കിടന്ന് ഇതിന് പ്രതിഷേധം ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ പോയി പ്രതിഷേധിക്കുക. ഏത് രാജ്യമാണോ അവിടെ പോയി നിങ്ങൾ പ്രതിഷേധിക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ. അല്ലാതെ ഇതൊന്നും കുഴപ്പമില്ലാത്ത രാജ്യത്ത്, ഇപ്പം ഒരു രാജ്യത്തെ ആക്രമിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഈ രാജ്യത്ത് വന്നിട്ട് പിന്നെ ഇവിടെ കിടന്ന് പ്രതിഷേധം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അത് ഇവിടെയുള്ള ജനങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ഈ പറയുന്ന വിശന്ന് അവിടെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന പിള്ളേരുടെ മേളിൽ വരെയും ബോംബ് വന്ന് വീഴുന്നുണ്ട്. നേരത്തെ പറയുന്നുണ്ട്, ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കാം. കാരണം അത്രയൊരു നീചമായ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഏത് രാജ്യമാണെന്ന് പറയുന്നാലും ഒന്നും അറിയത്തില്ലാത്ത ഭാഗങ്ങളുടെ മേൽ വന്ന് ബോംബ് വിടുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതിപ്പം പിന്നെ ഈ പറയുന്ന ഹമാസ് ചെയ്താലും ഇറാൻ ചെയ്താലും ഇസ്രായേൽ ചെയ്താലും എല്ലാം ഒന്ന് തന്നെ. അത് വളരെ അവർ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു കാര്യം എനിക്കറിയത്തില്ല, ഞാൻ അതിനൊട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ല. ഓക്കെ, ചെയ്തു കഴിഞ്ഞാൽ
തിരിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒന്നും അറിയത്തില്ലാത്ത പാവങ്ങളുടെ മേലിൽ ബോംബിടുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ ബോംബിടുന്നത് കൊണ്ടോ ഈ പറയുന്ന ഇങ്ങനെ കുറേ ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ട് ഇവരുടെ പോയ ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ ഒന്നും അറിയാത്ത കുട്ടികളുടെ മേലിലോട്ടും അവിടെയുള്ള ജനങ്ങളുടെ മേലിലോട്ട് ബോംബിടുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അവർക്ക് ഫുഡ് കൊണ്ടുപോകുന്ന ലോറികളും മറ്റും തടഞ്ഞു വെക്കുക. ഇതൊക്കെ വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും പറയാനില്ല. പക്ഷേ അതിന് ഇസ്രായേലിനെതിരായിട്ട് ഇവിടെ കിടന്ന് പ്രതിഷേധം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇസ്രായേലായിട്ടുള്ള ആൾക്കാർ പലസ്തീനെതിരെ ഇവിടെ കിടന്ന് പ്രതിഷേധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും, നമുക്ക് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യക്കാരും പാകിസ്ഥാനുകാരും തമ്മിൽ മൽപ്പിടുത്തവും പിന്നെ കയ്യങ്കളിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടാണ്. ഭാരത് മാതാ കീ ചെയ്യുന്നൊക്കെ വിളിച്ച് കുറേ പേര്, അപ്പുറത്ത് പാകിസ്ഥാൻ്റെ കൊടി വിളിച്ച് തെറി വിളിച്ച് വേറെ കുറേ പേര്. ഇപ്പോൾ അവരെല്ലാം കുറേ എണ്ണം പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതങ്ങ് തീർന്ന്, രണ്ടിടത്തെ യുദ്ധം അങ്ങ് തീർന്നുകൊണ്ട് അതങ്ങ് തീർന്നു. ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആൾക്കാരുടെ എണ്ണം കൂടുവാണ്. ഈ റാലി നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഓർഡർ കിട്ടുന്നില്ല. ഇവർ പ്രശ്നം കൂടി, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ മുട്ടുതാഴെ വെടിവെക്കുക, ഇതൊന്നും ഓർഡർ കൊടുക്കുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ ലിബറിന് അങ്ങ് താഴെ, പിന്നെ ഭരിക്കുന്ന ആളെന്ന് പറയുന്നതിൽ അതും ലിബറിന് അങ്ങ് താഴെ പോവാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് താഴെ പോകുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കൂടുന്നത്. ഇത് നിയമശക്തമായിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ ഇത് പറ്റുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ ഇത് ചെയ്യാൻ സമ്മതിക്കുമോ, ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായിരിക്കും ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ എന്താ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ശിക്ഷ എന്നുള്ളത് നമുക്ക് തന്നെ അറിയണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതുപോലെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിന് വലിയൊരു ഫോഴ്സാണ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു നിയമമായിട്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് പണ്ടേ ഇതൊക്കെ നിയമമാക്കി വെച്ച് ഇതൊക്കെ ചെയ്യേണ്ട കേസാണ്. പക്ഷേ ഈ പറയുന്ന ലേബർ പാർട്ടി വളരെ അങ്ങ് താന്ന് അവരെ എപ്പോഴാണ് ഇനി അവരുടെ ക്ഷമ പൊട്ടിത്തെറിക്കുന്നത് അറിയില്ല. ആ ഒരു സമയം വളരെ അകന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുവരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് ഭയങ്കര രീതിയിൽ പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പറയുന്ന റീഫോം പാർട്ടിക്ക് ഇത്രയും വോട്ടും കാര്യങ്ങളെല്ലാം വന്ന് അവർ അടുത്ത പ്രാവശ്യം ജയിക്കുമെന്ന് ഞാൻ തന്നെ കരുതുന്നു. ഈ 90-90% അവർ തന്നെ ജയിച്ച് വരും എന്നുള്ള കാര്യം ഞാൻ തന്നെ കരുതുന്നു. അത് വന്നു കഴിയുമ്പോൾ ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പ്രശ്നങ്ങളോട് നമ്മൾ ചിലപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലുള്ള പ്രശ്നങ്ങളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോട്ട് ആയിക്കഴിഞ്ഞാൽ അവരെ എന്താ പറയുക, ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേക്കാന്ന് മാത്രമേ ഉള്ളൂ. അവരെ പിന്നെ ജയിലിടാനോ അവരായിട്ട് ജയിലിൽ നിന്ന് അറിയിപ്പിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അവരെ ഡീപ്പോർട്ട് ചെയ്യുക, വിടുക. കാരണം ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഏത് കൺട്രി ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിന്നെ സമരം ചെയ്തിട്ട് എന്തുവാണ് കാര്യം? ഇപ്പോൾ ഈ പറയുന്ന UK ഇപ്പം ഈ പറയുന്ന പിന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഫലസ്തീനെ ആക്രമിക്കുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിട്ടുള്ള ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമായിരിക്കും ഏത് രാജ്യത്തോട് കൂടെ സംസാരിക്കണം വേണ്ടെന്നുള്ളത്. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക ഇവർക്കും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്നും ചെയ്യാത്ത പക്ഷം ഇവിടെ കിടന്ന് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സമരം വിളിക്കുകയോ വിജയ് വിളിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ അടി കൊടുക്കുകയോ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഏതാണോ ആ കൺട്രി ചെയ്യുന്നത് അവിടെ പോയി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവിടെയുള്ള പ്രോപ്പർട്ടീസിന് നാശം വരികയും എല്ലാം ഉണ്ടാവുകയും എല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഒരു ഗുണം ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടോട്ട് വിടുക എന്ന് മാത്രമേ എനിക്കെന്ത് പറയാം. അതിനകത്ത് ഈ 14 വർഷം ജയിൽ ശിക്ഷ കൊടുത്ത് പിന്നെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടോട്ട് വിടുക എന്നുള്ളതൊന്നുമില്ല. ഡീപ്പോർട്ട് ചെയ്തങ്ങ് വിട്ടേക്കുക, പ്രശ്നം തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ഇതൊക്കെ നിയമമായിട്ട് കൊണ്ടുവരാണ്. ഇത് ലിബറലിന് അങ്ങ് താഴെ, അതായത് ഇപ്പോൾ മൈനസ് ലിബറലാണ് UK പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എന്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് നിയമമാകട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. യുദ്ധങ്ങൾ എല്ലായിടത്തും ഒഴിവാകട്ടെ. ഈ പറയുന്ന ഇസ്രായേൽ ഇപ്പം പിന്നെ ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇപ്പം നിലവിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ എപ്പോൾ തുടങ്ങുമെന്ന് അറിയത്തില്ല. ഇസ്രായേലിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. യുദ്ധങ്ങളെല്ലാം ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും സമാധാനമാണ് വേണ്ടത്. യുദ്ധം ഒരിടത്തും എന്താ പറയുന്നത് നല്ലത് ഒരിടത്തും കൊണ്ടുവരത്തില്ല. ഇപ്പോൾ കുറേ രാജ്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കെട്ടിടങ്ങൾ ഒരു രാജ്യത്ത് കൂടുതൽ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ ജയിക്കാം. അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഒരു ഗുണവുമില്ല. സാധാരണക്കാർ മരിക്കും എന്നുള്ളത്, അതിനകത്ത് യാതൊരു ഗുണവും ഒന്നുമില്ല. യുദ്ധം കൊണ്ട് ഒരിടത്തും ആരും ഒന്നും ജയിച്ചിട്ടുമില്ല, എല്ലാം നാശത്തിലോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് സമാധാനം മെയിൻ ബിഗിലേ. അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആരാണോ ചെയ്യുന്നത് അവരെ റിപ്പോർട്ട് ചെയ്ത് നാട്ടോടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതിർത്തേക്കും ബൈ.